ഓണത്തിനെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം വളയും മാലയൊക്കെ അല്ലേ. അപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള വളാസ് വരുമ്പോൾ കാണിക്കണ്ടേ. ഇതാ ലോട്ടസ്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള വളകളിൽ ഒന്നാണ് ലോട്ടസ് ബാംഗിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മഞ്ജു വാര്യരിട്ട് ഹിറ്റായതാണ്. ഇപ്പോഴത്തെ ഇനാമലിൻ്റെ കളറ് മെറൂണും ലോട്ടസിൻ്റെ ഏറ്റവും അകത്തെ ഇതളിൻ്റെ കളറ് പച്ചയുമാണ്. കാണാമോ നന്നായിട്ട്? എനിക്കിത് ഓരോന്നും കൈയിട്ട് കാണിക്കാൻ വയ്യ കേട്ടോ, ഞാൻ വീഡിയോ എടുത്ത് തളർന്നിരിക്കും. ഇതാണ് വള. ഒത്തിരി വളകൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല. എല്ലാം കൂടെ കാണിക്കാൻ പോയാലേ ഇത് പറ്റത്തില്ല. ഇതുണ്ടല്ലോ, ഒരു കാര്യം പറയട്ടെ, 22, 24 അല്ലേ, 26, അപ്പോൾ 24, 26, 28 ഇങ്ങനെ 3 സൈസിലാണ് ഈ വളകളുള്ളത്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ കൈക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും വട്ടം കുറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇടുമ്പം എപ്പോഴും ഓർക്കുക, കയ്യിൽ വല്ല ക്രീമോ ഓയിലോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെയെങ്കിലും ഇട്ടിട്ടേ ഇടാവുള്ളൂ. ചാടി വലിച്ചു കയറ്റി ഇടരുത്. വളയ്ക്ക് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. സൂക്ഷിച്ച് വേണം ഇടാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളയുടെ അളവ് അറിയാമെങ്കിൽ 22, 24, 26 വളയ സൈസാണ് നിങ്ങളുടെ ഏതെന്ന് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനത്തേത് ഒത്തിരി വളകളുണ്ട് കേട്ടോ. ഞാൻ റീലായിട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. എന്നിട്ട് അയറ്റാനൊന്ന് ടിക്ക് ചെയ്തൊന്ന് അയച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തരാം. ഇനി നമുക്ക് ക്ലിപ്പ് ബാംഗിൾസ് കാണാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനമല്ലേ, അതാകുമ്പോൾ എനിക്ക് കാണിക്കാനും എളുപ്പമുണ്ട്. ഇത് ആദ്യത്തെ ബാംഗിൾ ഇതാണ്, നോക്ക്. അടുത്തത് ഉണ്ട്, ഇതാണ്. എന്നാ ഭംഗിയാന്നൊക്കെ, സിമ്പിൾ വള. എനിക്കിപ്പോൾ മുമ്പേ ഞാൻ കാണിച്ച് നിങ്ങളെ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല. അതൊക്കെ ഫംഗ്ഷൻ വെയർ ആയിട്ടും പിന്നെ കേരള ഡ്രസ്സിൻ്റെ വെയർ ആയിട്ടും ഒക്കെ ഇടാം. പക്ഷേ നമുക്കിത് ഏത് ഒക്കേഷനിലും ഇടണമെങ്കിൽ പറ്റുന്ന ഒരു വള ഇതാണ്. എന്ത് ഈസിയാണ്. ദേ തീർന്നു പരിപാടി. വണ്ണോ നോക്കണ്ട, പൊക്കോ നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഇത് കണ്ട ചെറുതാണെന്ന് തോന്നും, നല്ലൊരു ശതമാനം ആൾക്കാരുടെ കൈക്കും ഇത് പാകമാണ്. പിന്നെ ഇത് വേറെ ചെയ്യേണ്ടത് ഇവിടാണ്, റിസ്റ്റേലാണ്. ഇങ്ങോട്ട് ഇറക്കി നമ്മുടെ സാധാരണ വള ഇടുന്ന പോലെ കൈത്തണ്ടയിലല്ല ഇടേണ്ടത്, ഇവിടാണ് ഇടേണ്ടത് കേട്ടോ. അത് ഓർക്കണേ. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നും ഇല്ല കേട്ടോ. അത് ഇതിന് പിന്നെ വാറണ്ടി കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അങ്ങനത്തെ സൈസ് വളയല്ല, ഒരു സ്റ്റൈലായിട്ടുള്ള എന്നാ പറയുന്നത്, ഒരു ബുട്ടീക്ക് ഐറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വള. അടുത്ത വള കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് നേരത്തെ നമുക്ക് ഇങ്ങനത്തെ വളാസ് ഒത്തിരീസ് വന്നിട്ടുണ്ട്. പറയും ഇത് അടുത്തത് ഉണ്ടോ, ഇതും ഇങ്ങനെ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ 2 കല്ലൊക്കെയുണ്ട്, ഇവിടെയുണ്ട്. ബ്ലാക്കാണ് ഇവിടുത്തെ. ഇത് കണ്ടോ, എൻ്റെ കൈ കണ്ടോ, മുറിഞ്ഞതോ. അടുത്ത കാണിക്കാം. എനിക്ക് തോന്നുന്നു ഇത് കോപ്പറാണോ ഗോൾഡാണോ, കോപ്പറാണ് കേട്ടോ, കോപ്പറാണോ ഗോൾഡാണോ, ഇങ്ങനൊരു ഡിസൈൻ. ഇവിടാണ് ആ വള ഇടേണ്ടത് കേട്ടോ. എപ്പോഴും ഓർത്തോണേ. എനിക്ക് ഈ വള വാങ്ങിച്ചിട്ട് ഒത്തിരി പേര് ഫോട്ടോസ് അയച്ചു തരും കേട്ടോ. അപ്പോഴെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത്, ഇവിടെ അല്ല അത് ഇടേണ്ടത്. അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടെ ഇടുമ്പോഴാണ്. നമ്മൾ ചിലർ വാച്ച് കിട്ടുന്നത് റിസ്റ്റ് ഇല്ലേ, റിസ്റ്റിലാണ് ഇടേണ്ടത്. അല്ലല്ലേ, സിമ്പിൾ എലഗൻറ്റ് ക്ലാസ് ഐറ്റം. എന്തിനാ സ്വർണത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്നത്? സൂക്ഷിക്കേണ്ട, ഒന്നുമില്ല. ഞാനൊക്കെ എത്രയോ കാലമായി എന്നറിയോ സ്വർണ്ണവള ഇട്ടിട്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയോ, എൻ്റെ കൈ ഇങ്ങനത്തെ വള തന്നെയാണ്. ഞാൻ സ്വർണ്ണവള ഇടത്തേയില്ല, സത്യം പറയാം. എൻ്റെ സ്വഭാവത്തിന് അവിടെ ഇവിടെയൊക്കെ വെച്ച് ഊരി വെക്കും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതിനെ ഞാൻ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട്. ഈ വള എനിക്ക് കിട്ടിയ കാലം തൊട്ട് ഞാൻ എന്താണെന്നറിയോ, ഇപ്പോൾ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ ഒരു സ്വഭാവമുണ്ട്. വീടിനോട് അടുക്കാറാകുമ്പോൾ വണ്ടിയെ ഇരുന്ന് തന്നെ വളയൊക്കെ ഊരും. നമ്മൾ ഫ്രീ ആകുകയാണ് ശരീരം മനസ്സ് പറയുന്ന ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ കാറിൽ ഇരുന്ന് തന്നെ വളയൊക്കെ ഇങ്ങനെ ടഷ് നമുക്ക് ഊരി കൈ പിടിച്ച് റെഡിയായിട്ട് വീട്ടിൽ ചെന്നാൽ കംപ്ലീറ്റ് പറയും. കഴുത്തേന്ന് മാല ഒഴികെ ബാക്കി സർവ്വതും ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമുണ്ട് എന്താ ഊരാനൊക്കെ അല്ലേ, കാണാനും നല്ല ഭംഗി, നല്ല സ്റ്റാൻഡേർഡ് സാധനം. പിന്നില്ലേ ഇങ്ങോട്ട് നോക്കിയേ, കാഞ്ഞിരപ്പള്ളി ഉള്ളവരെല്ലാം നേരെ വന്ന് വാങ്ങിച്ചോട്ടോ.
സ്റ്റോറിൽ ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ഡിസ്പ്ലേ ചെയ്ത് വാങ്ങിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഇവിടെ വന്നിപ്പോൾ ഇത് സ്റ്റോറിൽ കൊടുക്കുന്നില്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. അവരൊക്കെ വിഷമിക്കാതെ നല്ല പിണങ്ങാതെ വന്നോളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാം ഇത് കണ്ട് ഇട്ട് നോക്കാമെന്ന് പറയാം. ഇതൊക്കെ ഇട്ട് നോക്കാം. എല്ലാ വളയും ട്രയലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഓരോ ബിസിനസ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അതങ്ങനെയാണല്ലോ, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമ്മളങ്ങ് ഇത് 10 പേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരുക. അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എടുത്തവളാണ് ഇതുണ്ടോ. അടുത്തത് ഇത് കൂട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു വളയായിട്ട് വാങ്ങിക്കാൻ നിൽക്കല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഒരു വളയായിട്ട് വാങ്ങിച്ചാൽ 50 രൂപ ഷിപ്പിംഗ് ചാർജ്. ഒരു 3-4 വള വരെയൊക്കെ ഒരു സെയിം ഷിപ്പിംഗ് അറിയത്തില്ല കേട്ടോ, വെയിറ്റിനനുസരിച്ചാണ്. എന്നാലും ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇങ്ങനത്തെ വളയ്ക്ക് മിക്കതിനും ഇച്ചിരി വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ്ലെസ് ആയിട്ടുള്ളതും ഉണ്ട്. അതിനിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പം 2-3 വളയൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ വെറുതെ എൻ്റെ വള സെയിലാക്കാൻ പറയുന്നല്ല കേട്ടോ. വെള്ള സെയിലാകാനൊന്നും ഒരു പാടുമില്ല. ഇത് കാണുന്ന ആരും വാങ്ങിക്കും. കാരണം ഇത്ര വിലയേ ഉള്ളൂ. അതിന് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്രയ്ക്ക് ഇതാണ്. അപ്പം വാങ്ങിച്ചിട്ട് എന്നാ ചെയ്യണമെന്നറിയാമോ? മാറി ഇടാൻ നല്ലതാണ്. ശരിക്കും ഞാൻ പറഞ്ഞതാണ്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ. എനിക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറയും. ചിലതൊക്കെ നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കസ്റ്റമേഴ്സിന് അറിയാമല്ലോ. ഇത് കണ്ടോ, ഇത്തലൊരു ബട്ടർഫ്ലൈ ആണ് ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു ചെറിയ കല്ലും. എന്നെ സ്റ്റാൻഡേർഡാന്ന് നിങ്ങൾ നോക്ക്. നമ്മളെപ്പോഴും കണ്ട് മടുത്ത ആ ഒരു മോഡലിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് അല്ലേ. അടുത്തോ? അത്രയും മതിയോ? ഓക്കെ, ഒന്നോടെ നോക്കിയോട്ടെ. ഏതെങ്കിലും ഒരു നല്ല മോഡലും കൂടെ കാണിക്കാൻ വിട്ട് കളയുന്നത് എന്നാ പറയുക. ഇതിനകത്തിരിക്കുമ്പോൾ ഇത് ഒരിക്കലും കാണിക്കാതെ പോകും. അപ്പോൾ ഇതിപ്പോൾ ഇതിനടുത്ത് ഇതിനകത്തോട്ട് കയറ്റി വെക്കുമല്ലേ. അയ്യോ, ഇത് കാണിച്ചല്ലേ? അതെ, വേറൊരെണ്ണം ഇതിൻ്റെ ഈ ഷേപ്പ് തന്നെ കാണിച്ചത്. സൈഡിലെ ഈ വൈറ്റ് ഇല്ല, അതിന് പകരം വേറെന്തോ ആയിരുന്നു. മറ്റേതിൽ ഇങ്ങനെ ഇരിക്കും വള. ടിഷ് ഡിഷ് ടിഷ് ഡിഷ് ടിഷ് ഡിഷ്, ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം മണ്ണുള്ള കൈക്കെല്ലാം പറ്റും കേട്ടോ. ഈ വളയുടെ ഷേപ്പില്ലേ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ്. നമ്മുടെ കൈത്തണ്ടയുടെ ഷേപ്പാണ്, അല്ലാതെ ഉണ്ടല്ലോ വട്ടത്തിലുള്ള ഷേപ്പല്ല കേട്ടോ. എനിക്കിത് കൈയിട്ട് കഴിഞ്ഞാൽ അത് ഉടണമെന്നില്ല. ഇനി ഒരു വളയും കൂടെ കാണിക്കാം. ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഇട്ട് കാണിക്കാൻ എനിക്ക് വയ്യ, കൈ വേദന എടുക്കും. അത് ഓയിലോ ഇതൊക്കെ പുരട്ടിയിട്ട് ഇടുന്നതാണ് എളുപ്പം. അതെനിക്ക് വയ്യ. ക്രീമൊക്കെ പുരട്ടിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഇതുണ്ടോ ഈ വള, കോപ്പർ. ഇതിങ്ങനെ അകത്താന്നാണ്, അകത്തിയിട്ടൊക്കെ ഇട്ട് കാണിക്കാം, പക്ഷെ മടിയാണ്. ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കും, വളയുടെ കോപ്പറാണ്. ഇങ്ങനെ ഇരിക്കത്തേലേക്ക് കൂടി ഇങ്ങനെ ചെത്തി പോകുന്നൊരു സാധനം. ഇങ്ങനെ ഇരിക്കും വള ഇടുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ക്രീം, വീട്ടിൽ മുഖത്ത് തേക്കുന്ന ക്രീമാണെങ്കിലും കുഴപ്പമില്ല, ഒരു ക്രീം കയ്യിലിടുക, അല്ലെങ്കിൽ ഓയിൽ പുരട്ടുക, എന്നിട്ടേ വള ഇടാവുള്ളൂ. എൻ്റെ കൈയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് ചാടിക്കയറി ഇടരുത്. എന്നിട്ട് വളയ്ക്ക് എന്തെങ്കിലും കേട് വന്നു കഴിയുമ്പോൾ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.